ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഇപ്പോൾ നമ്മൾക്ക് തന്നെ ഡ്രസ്സൊക്കെ തയ്ക്കുമ്പോൾ ഏറ്റവും ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്ന് ഞാനിപ്പോൾ എൻ്റെ ഡ്രസ്സാണ് തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നമുക്ക് സ്വന്തമായിട്ട് അളവെടുത്ത് ഞാൻ അളവെടുത്ത് നമുക്ക് എപ്പോഴും ഒരേ അളവൊന്നും നോക്കി നമുക്ക് തയ്ക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നടക്കില്ല. നമ്മൾ ഇഷ്ടംപോലെ നമുക്ക് തയ്ക്കാനുണ്ടാകും. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു ഡ്രസ്സ് തയ്ക്കാമെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കത് നടക്കണ കാര്യമല്ല. എന്നാൽ അതിന് വേണ്ടിയുള്ള ഒരു അടിപൊളി പരിപാടിയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. ഇപ്പം ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. ചാർട്ട് പേപ്പർ എടുത്തതിന് ശേഷം നമ്മുടെ അളവ്, നമ്മുടെ ചെസ്റ്റ് എത്ര വേണമെന്ന് നോക്കി, വേസ്റ്റ് എത്ര വേണമെന്ന് നോക്കി, അതുപോലെ നമ്മുടെ ഹിപ്പ് എത്ര വേണമെന്ന് നോക്കി, നമ്മുടെ ലെങ്ത്ത് എല്ലാം അടയാളപ്പെടുത്തി ഒരു ചാർട്ട് പേപ്പറിൽ വെട്ടി വയ്ക്കുക. അപ്പോൾ ചാർട്ട് പേപ്പറിൽ ഞാനിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാർട്ട് പേപ്പറിൽ വെട്ടി വെച്ചതിന് ശേഷം നമുക്ക് എന്താ തയ്ക്കാൻ ഏറ്റവും സുഖമാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അളവൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ നമ്മുടെ സ്വന്തം അളവായതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളൊന്നും നമുക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും വേഗം നമ്മുടെ ചുരിദാറുകൾ നൊടിയിടയിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് അതാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. അങ്ങനെ എൻ്റെ അളവിൽ ഞാൻ വെട്ടിവെച്ച ചാർട്ട് പേപ്പർ വെച്ച് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ടോപ്പ് തയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വെട്ടിയെടുക്കാം. നമ്മൾ ചുരിദാർ വെട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് നെക്ക് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് നെക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് നെക്ക് വീതി അടയാളപ്പെടുത്തുക. എനിക്ക് താഴേക്ക് ഒരു 6 ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്ക്വയർ നെക്കല്ല, ചെറിയൊരു ഡയമണ്ട് പോലത്തെ ഒരു നെക്കാണ്. അപ്പോൾ അതിന് സൈഡിൽ 1 ഇഞ്ച് കയറ്റി അടയാളപ്പെടുത്തുക. അതിന് ശേഷം സ്കെയിൽ കൊണ്ട് നമുക്ക് നെക്ക് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. പിന്നെ ബാക്ക് നെക്കും ഒരു 4.5 ഇഞ്ച് ബാക്ക് നെക്കും അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നെക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇത് കൈക്കുഴി നമ്മൾ കുഴിച്ച് വരച്ചിട്ടുണ്ട്. നമ്മൾ ബാക്കും ൻ്റെ അളവിൽ തന്നെയാണ് കൈക്കുഴി ചാർട്ടിൽ വന്നത്. അപ്പോൾ നമ്മൾ അത് വെട്ടി മാറ്റി കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ട് കൈക്കുഴി ഒരു 1/2 ഇഞ്ചും കൂടി കുഴിച്ച് താഴേക്ക് വരച്ചെടുക്കാം. അങ്ങനെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി അടുത്ത സ്ലീവാണ് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ചാർട്ട് വെട്ടി വെക്കുന്നത് കൊണ്ട് നമുക്ക് ചുരിദാർ മാത്രമല്ല, നമുക്ക് നൈറ്റി വേണമെങ്കിൽ തയ്ക്കാം, നൈറ്റി ഫ്രോക്കിന് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ നൈറ്റിക്കും നൈറ്റി ഫ്രോക്കാന്നൊക്കെ വരാൻ നേരത്ത് നമുക്ക് വേസ്റ്റ് വരെ എടുത്തു കഴിഞ്ഞ് ബാക്കി കിട്ടണ അളവ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നൈറ്റി ആയിട്ട് തയ്ക്കാം, നൈറ്റി ഫ്രോക്കായിട്ട് തയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു ചാർട്ട് വെട്ടി വെച്ചാൽ അതുകൊണ്ട് നമുക്ക് പല ഉപകാരങ്ങളുണ്ട്. അടുത്ത് നമുക്ക് സ്ലീവും വെട്ടി ടോപ്പ് ഒന്ന് തയ്ച്ചെടുക്കാം. അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യാൻ വേണ്ടത്. അപ്പോൾ സ്ലീവിനും പാറ്റേൺ വെട്ടി വെക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. സ്ലീവിന് പാറ്റേൺ വെട്ടാത്തത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് പല പല സ്ലീവായിരിക്കും നമ്മൾ തയ്ക്കണം. അപ്പോൾ പാറ്റേൺ വെട്ടണതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അളവ് വരും, കാര്യങ്ങളൊക്കെ ചുരുക്കമൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് അടുത്ത സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 17 ഇഞ്ചാണ് സ്ലീവിന് ഞാൻ ലെങ്ത്ത് വെക്കുന്നത്. അപ്പോൾ 17 ഇഞ്ച് അടയാളപ്പെടുത്തി. പിന്നെ എൻ്റെ സ്ലീവിൻ്റെ കൈക്കുഴി ഇത് വരുമ്പോൾ 18 ഇഞ്ചാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു 9 അടയാളപ്പെടുത്താം. 9 അടയാളപ്പെടുത്തി 3/4 സ്ലീവ് ആയതുകൊണ്ട് താഴേക്ക് 3.5, 4 നമുക്ക് അടയാളപ്പെടുത്താം. ഞാനിപ്പോൾ 4 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന് ശേഷം 2 ഇഞ്ച് കൂടെ വിട്ടിട്ട് താഴേക്ക് ചരിച്ച് വരയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ സ്ലീവ് കിട്ടും. അതിനുശേഷം എനിക്കിവിടെ കൈയുടെ റൗണ്ട് വന്നത് 18 വന്നത്. അപ്പോൾ നമുക്കിത് 9 ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടേപ്പ് വെച്ചിട്ട് ഉണ്ട് 9 ഇവിടെ അടയാളപ്പെടുത്തുക. അതിന് ശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ സ്ലീവ് നമുക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ സ്ലീവിൻ്റെ താഴെ വരുന്നത് 5 ഇഞ്ച് അടയാളപ്പെടുത്തുക. അതിനുശേഷം 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. അങ്ങനെ നമ്മുടെ സ്ലീവിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് വെട്ടിയെടുക്കാം. പിന്നെ ഇവിടുന്ന് സെൻറ്റർ അടയാളം ഇത് നമ്മുടെ സ്ലീവിൻ്റെ ഇവിടുന്നും കൂടി സെൻറ്റർ അടയാളപ്പെടുത്താൻ നേരത്ത് 3.5 കിട്ടും. 3.5 ഒരു 1/2 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയതിന് ശേഷം ഇത് വരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഴിച്ച് വെട്ടാനുള്ളതും കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ലീവ് സിമ്പിളായിട്ട് നമുക്ക് വെട്ടിയെടുക്കാം.
അപ്പോൾ നമ്മൾ ടോപ്പിൻ്റെ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.